മുത്തച്ഛനോടൊരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി. അതെ, കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ അടിക്കാൻ നിൽക്കണം. അയ്യോ, ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് ബാൻഡേജ് പീഡിച്ചിട്ട്. മുരിങ്ങക്കോലൊക്കെ ഈ പരുവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛൻ നിന്റെ മുതത്തിലിരിക്കണത്. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമാദിത്യനും വേതാളം കൂടെ. എടാ, നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തുവാ. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തയ്യെങ്കിൽ തൈ തൈപ്പൂയ കാവരിയാട്ടം തയ്യാറു. I am Perlal. Your sweet name please? ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി ആ കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. ആരോടെ പടക്കം പൊട്ടിച്ചത്? അവൻ ആ പെൺകുട്ടികളെന്തോ വൃത്തിയായിട്ട് കാണിച്ചാ. അയ്യോ, ഞാനല്ല. ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ മസാല ദോശ? മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? നിന്റെ മുത്തശ്ശിയിലൂടെ ഒരു വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ. ചിലപ്പോ അതിന്റെ അവരൊക്കെ സദ്യ വിഴുങ്ങിട്ടിരിക്കല്ലേ. അപ്പുറത്തിരുന്ന് കുറെ പേര് പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ ചായ കൊടുത്തല്ലോ. ആരോട് വെച്ചിട്ട് കൊടുത്തു? അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലേ. വെറുതെ ചായ കുടിച്ചോണ്ടെന്നാ ഇയാള് പോയി പണിയെടുക്കൂ. അപ്പോഴേക്ക് പോയോ? കുട്ടി, ഇവിടെ വരൂ, ഒരു ചായ തരൂ. അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ അറിയാല്ലേ. കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചില്ലേ. ഇപ്പൊ എന്തായി? നല്ല മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? ശരിയാ. ഈ കല്യാണം കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണു നിറയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം. ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടിയത്. ഈ കടപ്പാടും നന്ദിയൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്താ കുട്ടിയത്? അയ്യേ, കുട്ടി തന്നെ തുടച്ചോളൂ. ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ആവശ്യമില്ല. ഇയാളോട് നന്ദി പറയാൻ ഇയാൾ എന്ത് കാര്യമാണ് ചെയ്തത്? ആ സമയത്ത് എന്റെ ചേച്ചി സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയ ഡോക്ടറോടാ ഞാൻ നന്ദി പറഞ്ഞത്. ഇയാള് സൗകര്യം പോലെ അതങ്ങ് ചെന്ന് അറിയിച്ചാ മതി. പൊട്ടേ ദഹണ്ണക്കാരാ. ദഹണ്ണക്കാരൻ നിന്റെ കെട്ടിയനാടി. ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹണ്ണക്കാരനാ? ദേഹത്തെ എണ്ണേറണമെന്ന് ചോദിക്കുക. അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന രാമൻകുട്ടി അച്ചാറ്? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തല് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി ചെയ്യാം. എടാ, ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ ലിങ്ക്. No, you are the link of the link. The two family attached to the bathroom, your family's food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. പോടാ. പൂർവ്വ ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു മലയാളീസ്. ഡാൻസ് ചെയ്ത് അവളുടെ മുമ്പിൽ ചെന്ന് ഷൈൻ ചെയ്യടാ. പോടാ. ചീറ്റി പോയല്ലേ? എന്ത് ചീറ്റിന്ന്? എന്റെ അടുത്ത് ഹനുമാനില്ലേ? എന്നെ ഹനുമാനെന്ന് വിളിച്ചാണ്ടല്ലോ. നിന്നെയല്ല, എന്റെ അടുത്ത് ഹനുമാൻ ഐറ്റം ഇല്ലേ? നീ പോയി ബണ്ണും വാലും എടുത്തു. ആ ബണ്ണും പാലും ശരിയാ, കഴിച്ചിട്ട് മതി. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. എടാ, അതല്ല, ബണ്ണും വാലും ഹനുമാൻ. അതും ഇതൊക്കെ എടുത്ത് വായ കുത്തി കയറി വെക്കണ്ട, ഗ്ലാമർ ആവും. ഹനുമാനാണെങ്കിൽ ഒരു മേക്കപ്പും ചെയ്യാതെ നീ നേരെ അങ്ങ് ചെന്നാ മതി. ഫുൾ മാർക്കാ. അതിൽ നിനക്ക് അഭിമാനിക്കാൻ പറ്റില്ല. ബണ്ണും വാലും എടുത്തിട്ട് പോടാ. ഒരു മിനിറ്റ്. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്.
പിടിച്ചേ എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയേട് കാണിക്കരുത്. ഞാൻ ആൻഡ്രോയിഡ് ഇട്ടിട്ടുണ്ടാ, ചുമ്മാ ഇരി. ദൈവത്താണ് ഇട്ടിട്ടുണ്ട്. എന്താ കാണണ? എനിക്ക് വിശ്വാസമില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടടങ്ങോർന്നിടിഞ്ഞു തോന്നുന്നു. അടിപതരാതെ ബാക്ക്ബോൺ. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ, അതിന് എന്താണാവ്? എന്ത് പണ്ടാവില്ലാവട്ടെ. എന്താ എന്തു പറ്റി? അടി പിടിച്ചുട്ടാ, മസിൽ അടി പിടിച്ചു. ബോഡി ആരെങ്കിലും എടുത്തോട്ടോ, ഇങ്ങോട്ട് വന്നേ. മസിൽ ഉടക്കാതെ കൊണ്ടുപോകും. അതെ, എന്നെ എവിടേക്ക് കൊണ്ടോണേ? അടുപ്പിന്റെ മുകളിൽ വെക്കാൻ. അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്? പിന്നെ നീര് പോണ്ടേ? അതെ, ഈ മുത്തച്ഛന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ച തന്നെ. ഒരു കാര്യം പറയാണ്ട്, ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാ. ഏത് മസിലാണ് ചേട്ടൻ കാണിക്കാൻ മറന്നുപോയത്? സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചുവടുകളല്ല. നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഒരേട്, ഹനുമാന്റെ ലങ്കാ ദഹനം. എല്ലാം റെഡിയല്ലേ? മുഴുവൻ പപ്പടം ഒട്ടിച്ച് തീർന്നു. സാരമില്ല, നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇത് തന്നെ എടുത്ത് വർക്കാം. ഇത് കണ്ട് എല്ലാവരും ഞെട്ടണം. അയ്യേ, ഒറ്റ ചവിട്ടോട്ടിയുണ്ടല്ലോ. നിന്റെ ഫേസ് കണ്ട ഫ്രണ്ടും ബാക്കും മാറിപ്പോകും. ബണ്ണവിടെ ഇന്നാ കേറ്റി കേറ്റി കുത്തി കേറ്റി. ബാക്കിയുള്ള കുറച്ച് മൂക്കിലും വെക്ക്, ശ്വാസം മുട്ടി ചാകട്ടെ. അയ്യോ, ഇന്നാ അച്ഛാ, ദേ ഉണ്ണി വന്നു. അച്ചു വന്നേ. ഞങ്ങള് തലകുത്തി പാട്ടൊക്കെ ഉണ്ടോ? അങ്കിളിനെ കണ്ടിട്ട് ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് അല്ലേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അയ്യോ, ഏതാ കുരങ്ങൻ? കൊരങ്ങനല്ല, ഹനുമാനാ. മണവാളച്ചെറുക്കന്റെ അനിയന. എന്റെ അമ്മേ, ഇനി ചെറുക്കനെ ഇതേപോലെ തന്നെയാണോ? ഏയ്, ചെറുക്കം എടുക്കനാ. ഓ, സമാധാനായി. ഞാൻ കരുതി അനിയനെ പോലെ വാലുണ്ടാവുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഹലോ, ഞാൻ ഉണ്ണി. ഹലോ. എന്റെ സഹോദരിയുടെ മകനാ. ക്ഷമിക്കണം, കല്യാണ സമയത്ത് എത്താൻ പറ്റിയില്ല. വലിയ തിരക്കുള്ള ഗായകനാ. സ്റ്റേജ് ഷോ ആയിട്ട് രാജ്യം മുഴുവനും കറങ്ങലാണ് ഇവന്റെ ജോലി. എവിടെയാണ് നിന്റെ സെറ്റുകാരൊക്കെ? എല്ലാരും വണ്ടിക്കകത്തുണ്ട്. എല്ലാരോടും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. അയ്യോ, ഇറങ്ങിയാൽ ലേറ്റ് ആവും. ബാംഗ്ലൂർ പ്രോഗ്രാം ഉള്ള. അങ്ങനെ ഇപ്പൊ മോൻ കാണിച്ചിട്ട് പോവാൻ നോക്കണ്ട. കല്യാണ സമയത്ത് എത്തിയില്ല. വന്നപ്പോ ഒരു ഗിഫ്റ്റ് പോലും കയ്യിലില്ല. അർക്കീസ് നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനൊക്കെ പണിഷ്മെന്റ് ഉണ്ട്. അവൻ രാവണനാ. അവൻ ആ സീതയെ അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ തകർന്നുപോയ ഹനുമാനെ വീണ്ടും ഇറക്കി ഷൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിന്റെ വാലൂറിയും. ചെല്ലതാ. സകൃതകൃതാവായ നാട്ടുകാരെ, മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തിൽ കിടന്ന പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ആ പെണ്ണ് മോത്തോക്കി അയലാക്കുന്നു പറഞ്ഞപ്പോ അവളെ ചീത്തയും വിളിച്ച് വന്നിരിക്കുക ഇൻസ്റ്റാൾമെന്റ് ഫെലോഷിപ്പ്. എടാ, പെൺകുട്ടികൾ നമ്മുടെ തലേ കയറാൻ ശ്രമിച്ചാ അപ്പൊ തന്നെ വലിച്ച് താഴെ കിട്ടണം. ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും. പിന്നെ ഈ അയിലേക്കു എന്നൊക്കെ പറഞ്ഞാ പ്രേമാണെന്ന് എന്താ ഉറപ്പ്? അയിലേക്ക് സാമ്പാർ എന്ന് പറയില്ലേ, അയിലേക്ക് ഇഞ്ചിക്കറി, അയിലേക്ക് അവിയല്, അങ്ങനെ ഒരു അയിലേക്ക് ആയിക്കൂടെ? എടാ, ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം. അല്ലെങ്കിൽ ആ പൊതിയും കൊണ്ട് വേറെ അടുത്ത് പോയിക്കളയും. പിന്നെ കിടന്ന് കണ്ടിട്ട് കാര്യമില്ല. അതെ, നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണ സ്നേഹം എത്രയും പെട്ടെന്ന് നീ തുറന്നു കാണിക്കണം. പിന്നെ സ്നേഹം മണ്ണാങ്കട്ടാണ് കുതിരയോട്. ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തിൽ ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ച് ഇങ്ങനെ നടക്കണേ? അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കണു. ആ കുതിരകളോടൊന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു. നിങ്ങൾക്ക് 5 കുട്ടികളും ഉണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു. ടിൻഡു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിൻഡു മോൻ.
നഴ്സറി പഠിക്കുമ്പോ ഷുഗർ വന്ന് മരിച്ചു. ഏത് സ്കൂളില്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ നടത്തറ. അതുകൊണ്ടാ ഞാൻ പറയണേ, നീ വേഗം കല്യാണം കഴിക്കും. അച്ഛനും കൂടെ എഴുന്നേറ്റേ. എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ച് കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. വാത്സല്യം വേണേ. ഇയാൾക്ക് എന്തിന്റെ കേടായത്? എടാ അവക്ക് നിന്നെ ഇഷ്ടമാ, അതറിയിക്കാൻ നീ പാടിയപ്പോ അവള് കൂടെ പ്യാരി. പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്ക് അറിയി. അവസാനം അവൾ ഐ ലൈക്ക് എന്നൊരു പറഞ്ഞു നോക്കി. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ. ഞാൻ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയണേ? നീ അവളോട് സോറി പറ. നീ ആ ഫോൺ എടുത്ത് അവളെന്ന് വിളിച്ചേ. പിന്നെ ഫോണ് എന്റെ പട്ടി വിളിക്കും. ഹലോ. അന്തോണി നേരുടെ വീടല്ലേ? അല്ല, റോങ് നമ്പർ. ഓ ആയിക്കോട്ടെ. ഓ, ശ്ശോ. ഹലോ. ഹലോ, ഞാൻ രാമൻകുട്ടിയാ. നേരത്തെ വിളിച്ചിരുന്നോ? ഓ അതോ അത് ഞാനല്ല. നേരത്തെ ഒരു അന്തോണി നേരുടെ വീടാണെന്ന് ചോദിച്ചു വിളിച്ചല്ലേ. അയാളെ ഞാൻ അറിയേയില്ല. അതിരിക്കട്ടെ, എന്തിനാ വിളിച്ചേ? വീണ്ടും എന്നെ ചീത്ത പറയാനാ? സോറി, ഞാൻ പറഞ്ഞാലിപ്പം കടന്നുപോയി. അയ്യോ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്നെ വഴക്ക് പറഞ്ഞപ്പോ രാമൻകുട്ടിയോട് എനിക്ക് കൂടുതൽ ഇഷ്ടാ തോന്നിയത്. എന്റെ കളിയാക്കലും കുറച്ച് ഓവറായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. കൂടുതൽ ഓവറായത് ഞാനാ. ഞാൻ എന്താ ഇങ്ങനെ? കുറച്ചു നാളായി രാമൻകുട്ടിയോട് ചില കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്കും ഗൗരിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നേരോ? എങ്കി പറ. അത് വേണ്ട, ജെൻസ് സെക്കൻഡ് എന്നല്ലേ. ലേഡി ആദ്യം പറ, എന്നിട്ട് ഞാൻ പറയാം. അത് അല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഫോണിൽ കൂടെ അല്ല പറയേണ്ടത്. മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറയണം. നാളെ വൈകിട്ട് 5 മണിക്ക് ഞാൻ ബീച്ചിൽ വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ശരി, ഞാൻ വെക്കുകയാണ്. ഓ എന്നെ കൊണ്ട് തോറ്റു. ഹലോ. ഞാൻ പിന്നെ രാമൻകുട്ടിയാണ്. എന്താ പിന്നെ രാമൻകുട്ടി? അല്ല, അതൊരു 5 മണി എന്നുള്ളത് നമുക്കൊരു 4 മണിയാക്കാൻ പറ്റുമോ? എന്താ രാമൻകുട്ടി 5 മണിക്ക് ഫ്രീ അല്ലേ? അതെ, ഞാൻ 5 മണിക്ക് ഫ്രീ ആണ്. പക്ഷെ ഞാൻ 4 മണിക്ക് ഫ്രീ ആണ്. ഓക്കെ ഓക്കെ. എന്നെ സമ്മതിക്കണം. ഏതോ പെൺകുട്ടി വിളിച്ചിട്ടേ സുഖാണോ സുഖാണെന്ന് ചോദിക്കുക. സുഖം വേണോ സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ. ഓ, ഹലോ രാമൻകുട്ടി. ചെറുപ്പകാലം മുതൽ കാണാൻ തുടങ്ങിയതാ ഞാൻ ഈ കടല്. ഇവിടെ തിരയാൻ വേണ്ടി വിളിച്ചോണ്ട് വന്ന തന്നെ. തെക്കേടത്തെ തറവാട്ടിലേക്ക് ഈ ഗൗരിയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, എന്റെ പെണ്ണായിട്ട്. രാമൻകുട്ടി പറയാൻ പോകുന്ന ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ആ നിപ്പ് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. ശരിയാ, ഞാൻ രാമൻകുട്ടിയോട് ഒരുപാട് സ്വാതന്ത്ര്യം കാണിച്ചിട്ടുണ്ട്. ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ രാമൻകുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ. പക്ഷേ അത് രാമൻകുട്ടി കരുതുന്ന പോലുള്ളൊരു ഇഷ്ടമല്ല. രാമൻകുട്ടിക്ക് വിഷമമൊന്നും തോന്നരുത്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ചെറുപ്പം മുതല് പരസ്പരം ഇഷ്ടപ്പെട്ട കളിക്കൂട്ടുകാരാ ഞങ്ങള്. ശരിക്കും പറഞ്ഞ എന്റെ മുറച്ചെറുക്കനാ ഉണ്ണി. ഹലോ രാമൻകുട്ടി. അയ്യോ, ഇന്നെന്താ വാലില്ലേ? ഇല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ എടുക്കാൻ മറന്നു. അവിടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ. പക്ഷേ പ്രേമോന്ന് പറയുന്നത് ഒരു തരം വാശിയാണല്ലോ. അരുതാത്തതെന്ന് പറഞ്ഞാലും അതൊക്കെ നേടിയെടുക്കാനുള്ള വാശി. വേഗം ഒന്ന് കെട്ടിത്തീർക്ക്. ആ രാമൻകുട്ടി പോരും. മരണ വിടാൻ നോക്കൂല, മരണ തെറിയവൻ. രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ. അതേ വന്നിട്ടുണ്ടാ. എന്റെ കഴുത്തിലേക്കല്ല. സോറി. എന്താ പണി തീർന്നില്ലേ? പിന്നെ ഇന്നലെ രാത്രി 12:30 പണി തീർന്നു.
ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല നിന്റെ പണി തീർന്നോന്ന്. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിൽക്കുവോ? മൂക്കിൽ പഞ്ഞയും വെച്ച് വെല്ലോടത്തും പോയി റെസ്റ്റ് എടുക്കൂലേ? കഴുത ഇടുവാ. അതെ ഈ പ്രസന്റേഷൻ നമുക്ക് ശബ്ദത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ? അതല്ലേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്. നീ പറ. ബോഡി എവിടെ? പൊറോസ് താഴേല് 2 കിടപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ അമ്മായി എടുത്തിട്ടോന്ന് അറിയില്ല. എന്ത് ബോഡീസ് ശവം? ആ ശവം കുളിക്കാൻ പോയി. ആരെ? കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന്. ഉം. ഇതൊക്കെ ഞാൻ പറഞ്ഞു എങ്ങനെ ശരിയാവാ? രാമകുട്ടി എത്തിയോ? കുളിപ്പിച്ചു മാറല്ല ഡ്രസ്സാ. വാങ്ങിച്ചോ. അയ്യോ ഞാൻ കുളിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഡ്രസ് മാറിയേക്കാം. ഒരു മരണ വീടല്ലേ? നിനക്കല്ല, ശവത്തിന്. പിന്നെ ശവം കുളിച്ച് ഡ്രസ്സും മാറി ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ പോവല്ലേ? VIP-യോ? ചത്തവരെ കാർ IP അല്ലേ? എനിവേ നൈസ് മെറ്റീരിയൽ. രാമകുട്ടി 2 മണിക്കൂർ കഴിഞ്ഞ വെറുതെ കത്തിച്ച് കളയാനുള്ള സാധനോ ഇത്? ചുമ്മാ വേസ്റ്റ് ആക്കണോ? ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്തിരി പഴയതാണെന്നേ ഉള്ളൂ. സെയിം കളറാ, ആരും അറിയില്ല. എന്താ ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നോടാ പിശാശി. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ജെറ്റിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. വാട വൃത്തിയിട്ടവനെ. മറ്റുള്ളവർക്ക് കൂടി ജെട്ടി ശവം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങിക്കോടും. നിന്റെ പെണ്ണിനെയും വളച്ചോണ്ട് ആ പാട്ടുകാരൻ വന്നേക്കണ്ട. ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വേഗം തീർക്കാൻ നോക്കണം. അല്ലാതെ കണ്ട തെണ്ടി കണ്ട വായിൽ നോക്കി നടക്കാനല്ല ഞാൻ നിനക്ക് ശമ്പളം തരുന്നത്. താൻ കുറെ നേരം എന്റെ പുറകെ നടക്കണോ? എവിടെയെങ്കിലും കൊണ്ട് വെക്കണോ? എവിടെ കൊണ്ടുവെക്കാനാ? എന്റെ നെഞ്ചത്തൊക്കെ അങ്ങോട്ട് വെച്ച്. ഇവനിത് എന്ത് പറ്റിയാടാ? അവൻ ഈ പ്രേമനരിയ സ്ഥലക്കടിച്ച് കയറി പ്രാന്തായതാണ്. ഹലോ രാമൻകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മരിച്ചാളുടെ ബോഡി കുളിപ്പിച്ചോണ്ടിരിക്കുക. കുറച്ച് ഞാൻ പന്തലിലേക്ക് എടുത്തു. പിന്നെ വൈകിട്ട് 5 മണിക്ക് ദയിപ്പിക്കും. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിന്നോളാം. അല്ല എന്താ ഇത്ര ഗൗരവത്തില്? പിന്നെ മരിച്ച വീട്ടിലിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണോ? എന്റെ രാമൻകുട്ടി. തന്റെ രാമൻകുട്ടിയോ? ഞാൻ അച്ചുവന്റെ രാമൻകുട്ടിയാ. എന്നാ അച്ചുവേട്ടന്റെ രാമൻകുട്ടി. ഈ നിരാശാ കാമുവിന്റെ ഭാവം തനിക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ. രാമൻകുട്ടിക്ക് എന്നേക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളെ വേറെ കിട്ടും. ഈ വാശിക്കൊരു സുന്ദരി കൊച്ചിനെ തന്നെ പ്രേമിച്ച് കെട്ടണം, അതല്ലേ വേണ്ടത്? അതെ, ഇവൾക്കൊരു തിരിച്ചടി കൊടുക്കേണ്ട അത്യാവശ്യം. ഏയ് എക്സ്ക്യൂസ് മീ. എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വിടുന്നേ. എന്താ? എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുള്ളത് ആ കുട്ടിയോടാ. താനോടൊക്കെ അല്ലെങ്കിൽ വേണ്ട. ചേട്ടാ, ചേട്ടന് വീട്ടിൽ പോണോന്ന് പറഞ്ഞില്ലേ? ഇയാള് വലിയ പാട്ടുകാരനാ, നന്നായിട്ട് രാമായണവും വായിക്കും. പറ്റിയ ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പോയിട്ട് സന്ധ്യക്ക് വരാം. സന്ധിക്കൊന്നും വരണ്ട, ഇയാൾ എന്നെ വായിച്ചു തീർത്തോളൂ. അല്ല പാന്റ് രാമായണം. പാന്റ് രാമായണോ? ഇത് അധ്യാത്മ രാമായണ. ആ കളസം അഴിച്ചിട്ട് അല്ല ഷൂസ് അഴിച്ചിട്ട് ഇരുന്നോളൂ. ഇരുന്നോളൂ. മലയാള ഭാഷ ശരിക്കും അറിയാലോ. വായിച്ചോളൂ. പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ? അതെ, ഞാൻ പെണ്ണ് കെട്ടി ജീവിക്കണോ സന്യാസിയായിട്ട് ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, ഇയാളല്ല. ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ കൂടെ ഒരു പെണ്ണ് വേണമെന്ന് നിയമമൊന്നുമില്ല ഇവിടെ. എന്റെ അച്ചോട്ടൻ ഭാര്യയോടത്ത് ജീവിച്ചത് 1 മാസമാ. എന്നിട്ട് അച്ചോട്ടൻ എന്താ ഇപ്പോഴും ജീവിക്കുന്നില്ലേ? ഏടത്തേമ്മ മരിച്ചതിന് ശേഷം അച്ചോട്ടൻ എന്താ വേറെ പെണ്ണ് കെട്ടാത്തെ? ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉടനെ മറ്റൊന്ന് നേടിയെടുക്കുക, അങ്ങനെ ഒരു ശീലം ഞങ്ങളുടെ തറവാട്ടിൽ ആർക്കും ഇല്ല. ഈ രാമൻകുട്ടിക്ക് തീരെയില്ല. മനസ്സിലായോ? പ്രേമമുണ്ടെന്നതെന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ.